ഹായ് ഓൾ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹൈഡ്രോഗ്രാഫിനെ കുറിച്ചാണ്. ഹൈഡ്രോഗ്രാഫ് അഥവാ ഫ്ലഡ് ഹൈഡ്രോഗ്രാഫ്, സ്റ്റോം ഹൈഡ്രോഗ്രാഫ് എന്നൊക്കെ നമുക്ക് പറയാം. സിംപ്ലി ഹൈഡ്രോഗ്രാഫ് എന്ന് ടേം ചെയ്യുകയാണ്. അപ്പോൾ ഇത് റെയിൻഫോളിൻ്റെ ഡിസ്ചാർജ് വേഴ്സസ് ടൈം പ്ലോട്ട് ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത്. നമുക്ക് ഫിഗറിൽ കാണാൻ ചെയ്യാം. അതിനെ നമുക്ക് ഒന്നും കൂടി കോൺസെപ്റ്റലായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് ഫസ്റ്റ് ലൈനിൽ കാണുന്നത്. ഇറ്റ്സ് എ റെസ്പോൺസ് ഓഫ് എ ഗിവൺ കാച്ച്മെൻറ്റ് ടു ദി റെയിൻഫോൾ ഇൻപുട്ട്. ഇപ്പോൾ ഒരു ഗിവൺ കാച്ച്മെൻറ്റിലുള്ള റെയിൻഫോൾ ഇൻപുട്ടിൻ്റെ ഒരു റെസ്പോൺസ് ആണ് ആക്ച്വലി ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഒന്നും കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്നും കൂടി ഒരു പ്രാക്ടിക്കലി ഉള്ളൊരു കേസ് നമുക്കിവിടെ നോക്കാം. ഒരു സ്ട്രീം കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു റിവർ കൺസിഡർ ചെയ്യുക. ഈ കാണുന്നതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന റിവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റിവറിൽ ഫ്ലോ നടക്കണമെങ്കിൽ അവിടെ ഒരു വാട്ടർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് വരുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ബേസ് ഫ്ലോ. ഓക്കെ, ബേസ് ഫ്ലോ എന്ന് വെച്ചാൽ എന്താണ് മീനിങ്? അതായത് ഗ്രൗണ്ട് വാട്ടറിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ. ഇപ്പോൾ ഒരു റെയിൻഫോൾ ഇല്ലെങ്കിൽ പോലും ഒരു റിവർ ഫ്ലോ ചെയ്യുന്നുണ്ടാവും അല്ലേ? ഇപ്പോൾ സമ്മറിലാണെങ്കിൽ റിവർ ഫ്ലോ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവിടെ എവിടെ ആ വാട്ടർ വരുന്നത് ആക്ച്വലി ഇറ്റ്സ് എ കോൺട്രിബ്യൂഷൻ ഫ്രം ഗ്രൗണ്ട് വാട്ടർ. അപ്പോൾ അതാണ് ബേസ് ഫ്ലോ എന്ന് ടേം ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റ് റൺ ഓഫ്. ഇറ്റ്സ് നത്തിങ് ബട്ട് ഒരു റെയിൻഫോൾ ഉണ്ടായി. അപ്പോൾ റെയിൻഫോളിൽ നിന്നുള്ള റൺ ഓഫ് കോൺട്രിബ്യൂഷൻ റിവറിലോട്ട് എന്തായാലും ഉണ്ടാവും. ആ ഒരു റെയിൻഫോൾ കാരണം കൊണ്ടുള്ള ആ റൺ ഓഫ് കോൺട്രിബ്യൂഷനാണ് സെക്കൻഡ് വൺ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഹൈഡ്രോഗ്രാഫിൻ്റെ സെനാറിയോ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു റിവർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ റിവറിലോട്ട് വാട്ടർ എത്തുന്നത് ഇവിടെ ഒരു കാച്ച്മെൻറ്റ് ഏരിയ, ഇങ്ങനെ ഒരു കാച്ച്മെൻറ്റ് ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യണം. ദിസ് ഇസ് കാച്ച്മെൻറ്റ് ഏരിയ ഓഫ് ദിസ് പർട്ടിക്കുലർ റിവർ. അപ്പോൾ ഇവിടെ റെയിൻഫോൾ സംഭവിക്കുകയാണ്. ഓക്കെ, റെയിൻഫോൾ സംഭവിക്കുമ്പോൾ ഒബ്വിയസ്ലി ദർ വിൽ ബി കോൺട്രിബ്യൂഷൻ ഓഫ് ദിസ് റെയിൻഫോൾ വാട്ടർ ടു ദിസ് സ്ട്രീം. ഓക്കെ, അപ്പം ഇവിടെ വീഴുന്ന വാട്ടർ എല്ലാവരും ഫ്ലോ ചെയ്ത് എവിടെ എത്തും? ഈ റിവറിലോട്ട് എത്തും. ഓക്കെ, ആ ഒരു ഓരോ പോയിന്റിലും വീഴുന്ന വാട്ടർ ഇവിടേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ അത് എത്താനെടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ഈ ട്രാവൽ ടൈം എന്നൊക്കെ പറയുന്നത്. ഏറ്റവും ഫാർത്തസ്റ്റ് പോയിന്റ് ഈ കാച്ച്മെൻറ്റ് ഏരിയയിൽ ഫാർത്തസ്റ്റ് പോയിന്റിൽ നിന്ന് എടുക്കുന്ന ആ ഒരു ടൈമാണ് എന്ത്? ടൈം ഓഫ് കോൺസെൻട്രേഷൻ, TC എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടേം ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് ടൈം ഓഫ് കോൺസെൻട്രേഷൻ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഡിസ്കസ് ചെയ്യാം. സോ കാച്ച്മെൻറ്റ് ഏരിയ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. അതായത് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ഇവിടെ പെയ്യുന്ന വാട്ടർ റെയിൻഫോൾ മാത്രമാണ് ഈ ഒരു റിവറിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഈ ഒരു കാച്ച്മെൻറ്റ് ഏരിയന് പുറത്ത് ഒരു റെയിൻഫോൾ ഉണ്ടായെന്ന് വിചാരിക്കുക. ഈ ഒരു റെയിൻഫോളിൽ നിന്നുള്ള വാട്ടർ ഒരിക്കലും ഈ ഒരു ഇതിലേക്ക് എത്തുന്നുണ്ടാവില്ല. അതായത് ഈ ഒരു സ്ട്രീമിലോട്ട് എത്തുന്നുണ്ടാവില്ല. സോ നൗ വി ആർ കൺസിഡറിങ് എ ക്രോസ് സെക്ഷണൽ ഏരിയ അക്രോസ് ദിസ് റിവർ. ഓക്കെ, എവിടെയെങ്കിലും ഒരു സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യാണ് റിവറിൽ. അപ്പോൾ ഇതിൽ ഈ ഒരു സെക്ഷനിലുള്ള നമ്മൾ എന്ത് വരയ്ക്കുവാണ്? ഡിസ്ചാർജ് വേഴ്സസ് ടൈം നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അതൊന്ന് മെഷർ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ റിവറിലെ ഡിസ്ചാർജ് നമ്മൾ മെഷർ ചെയ്യാണ്. ഫസ്റ്റ് ഓഫ് ഓൾ റിവറിൽ റെയിൻഫോൾ ഒന്നും ഇല്ലാത്തൊരു ടൈമാണ്. അപ്പോൾ അവിടെ എന്തുണ്ടാവും? അവിടെ എന്തായാലും ഡിസ്ചാർജ് ഉണ്ടാവും ഡ്യൂ ടു ബേസ് ഫ്ലോ കോൺട്രിബ്യൂഷൻ അല്ലേ? അപ്പോൾ അവിടെ ഒരു പർട്ടിക്കുലർ ഒരു ബേസ് ഫ്ലോ ഉണ്ട്. അപ്പോൾ ബേസ് ഫ്ലോ യൂഷ്വലി അത് കുറച്ചൊന്ന് കുറയും. ബിക്കോസ് അവിടെ റെയിൻഫോൾ ഒന്നുമില്ല. അപ്പോൾ ബേസ് ഫ്ലോ കുറഞ്ഞ് ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെ എത്തിയിട്ടുണ്ടാവും. ലൈക്ക് ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക ഗ്രാഫ്. ദെൻ നമുക്ക് അവിടെ ഒരു റെയിൻഫോൾ ഉണ്ടായി. അവിടെ റെയിൻഫോളിൽ നിന്നുള്ള വാട്ടർ ഇവിടേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു. സോ എന്ത് ചെയ്യുന്നുണ്ടാവും? ഈ ഒരു ഡിസ്ചാർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും അല്ലേ? ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യും. അങ്ങനെ റെയിൻഫോൾ മാക്സിമം എത്തുന്നു. അപ്പോൾ ഇതിങ്ങനെ ഗ്രാഫ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തു. ഒരു പർട്ടിക്കുലർ ടൈം ആകുമ്പോൾ ഏറ്റവും മാക്സിമം ഡിസ്ചാർജിലേക്ക് എത്തുന്നു. ദെൻ അത് റെയിൻഫോൾ അവസാനിക്കുമ്പോൾ എന്തുണ്ടാവും? പയ്യെ ഡിസ്ചാർജ് കുറയും. ദെൻ അഗെയിൻ ആ ഒരു ഗ്രാഫ് ഡിക്രീസ് ചെയ്ത് ഈ ബേസ് ഫ്ലോയിൻ്റെ ആ ഒരു ലൈനിൽ തന്നെ എത്തുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾക്ക് അതിൻ്റെ ഒരു ഗ്രാഫ് ഡിസ്ചാർജ് വേഴ്സസ് ടൈം അവിടെ മെഷർ ചെയ്താൽ കിട്ടുക. അപ്പോൾ ഈ ഒരു ഗ്രാഫാണ് ആക്ച്വലി സിംപിളി നമുക്ക് പറയുവാണെങ്കിൽ ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സ്ട്രീമിൻ്റെ പർട്ടിക്കുലർ ഒരു സെക്ഷനിൽ ഏതെങ്കിലും ഒരു സെക്ഷനിലെടുത്ത് നമ്മൾ ഡിസ്ചാർജ് വേഴ്സസ് ടൈം പ്ലോട്ട് ചെയ്താൽ കിട്ടുന്ന ഒരു ഗ്രാഫാണ് ഹൈഡ്രോഗ്രാഫ്, ഒരു ഗിവൺ കാച്ച്മെൻ്റ് അല്ലേ? ഓക്കെ, ഇനി പറയാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്
ഇവിടെ നമ്മൾ ഹൈറ്റോഗ്രാഫ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്കറിയാം അല്ലേ. ഹൈറ്റോഗ്രാഫ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ്സ് എ ഗ്രാഫ് ബിറ്റ്വീൻ ടൈം വേഴ്സസ് ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻഫോൾ. ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻഫോൾ ഓക്കെ. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻഫോൾ എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കുന്നുണ്ട് അല്ലേ. ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഹൈറ്റോഗ്രാഫിൽ നമുക്ക് മാക്സിമം റെയിൻഫോൾ കിട്ടുന്ന ടൈമിലായിരിക്കും ഹൈറ്റോഗ്രാഫിൻ്റെ മാക്സിമം. ഓക്കെ. അപ്പോൾ ഈ മാക്സിമം റെയിൻഫോൾ കിട്ടുന്ന, എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാക്സിമം റെയിൻഫോൾ കിട്ടുന്ന സമയത്ത് തന്നെയായിരിക്കും ഈ ഹൈഡ്രോഗ്രാഫിലെ മാക്സിമം വരിക, മാക്സിമം ഡിസ്ചാർജ് വരിക, ഈ പീക്ക് വരിക ആയിരിക്കുമോ? ഇല്ല, സെയിം ആയിരിക്കത്തില്ല. എന്താ റീസൺ? ഇവിടെ ഒരു റെയിൻഫോൾ ഉണ്ടായി അപ്പം തന്നെ ഇവിടേക്ക് റിവറിലോട്ട് വാട്ടർ എത്തുന്നില്ലല്ലോ. ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ട്രാവൽ ടൈമിൽ ഈ റെയിൻഫോൾ വാട്ടർ ഫ്ലോ ചെയ്തിട്ട് വേണം ഇവിടേക്ക് റിവറിലോട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ ഒരു ഏരിയയിലോട്ട് എത്താനായിട്ട്. അപ്പോൾ ഒരു ടൈം ലാഗ് എന്തായാലും അനുഭവപ്പെടും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വയ്ക്കാം. അതായത് നമ്മൾ റെയിൻഫോൾ ഇൻറ്റൻസിറ്റി മാക്സിമം ആവുന്ന ടൈമിൽ തന്നെ ആയിരിക്കില്ല ഹൈഡ്രോഗ്രാഫിൽ പീക്ക് ഉണ്ടാവുക. ദർ ഈസ് എ ലാഗ്. ഓക്കെ, അത് നമ്മൾക്ക് ഒന്നും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവാനായിട്ട് നമ്മൾ മുന്നത്തെ ഗ്രാഫിലോട്ട് തിരിച്ചു വരുവാണ്. നമ്മൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കൊന്നുകൂടി ടേംസ് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നൗ നമ്മൾ ഈ ഹൈഡ്രോഗ്രാഫിൻ്റെ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ പാർട്ടുകൾ നോക്കുകയാണെങ്കിൽ ഇതിൽ MA എന്ന് പറഞ്ഞ് കാണുന്നത് എന്താണ്? ബേസ് ഫ്ലോ ആണ് അല്ലേ. ബേസ് ഫ്ലോ കോൺട്രിബ്യൂഷൻ ആണ് MA എന്ന് പറയുന്നത്. ബേസ് ഫ്ലോ റെസിഷൻ ആണ് MA എന്ന് പറയുന്നത്. ഇതിൽ MA ബേസ് ഫ്ലോ റെസിഷൻ ആണ്. അതായത് ആദ്യം ഒരു ഹയർ ബേസ് ഫ്ലോ ഉണ്ടായിരുന്നു, പിന്നെ അത് കുറഞ്ഞു വരുവാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ഉള്ളൊരു പാർട്ടാണ് AB എന്ന് പറയുന്നത്. AB എന്ന് വെച്ചാൽ എന്താണ്? റൈസിങ് ലിംബാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇറ്റ്സ് എ റൈസിങ് ലിംബ്. ആക്ച്വലി ഒരു റെയിൻഫോൾ ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് റൺ ഓഫ് അവിടെ ഉണ്ടാവും. അപ്പോൾ റൺ ഓഫ് കൂടുന്നതനുസരിച്ച് റൈസിങ് ലിംബ് ഇങ്ങനെ കൂടും. അങ്ങനെ എന്തുണ്ടാവും? മാക്സിമം ആവും, ഒരു ക്രെസ്റ്റ് സെഗ്മെൻറ്റിലോട്ട് എത്തും. ദാറ്റ് ഈസ് വാട്ട് ഈസ് റെപ്രസെൻറ്റഡ് ആസ് BPZ. ഇതാണ് ക്രെസ്റ്റ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്, ഈ ഒരു പോർഷൻ. ദെൻ അത് വീണ്ടും എന്തുണ്ടാവും? റെയിൻഫോൾ അവിടെ P എത്തുന്നതോടുകൂടി ആക്ച്വലി റെയിൻഫോൾ കഴിഞ്ഞു. ദെൻ എന്തുണ്ടാവും? റിസെഷനാണ് സംഭവിക്കുന്നത്. അവിടെ CD എന്നുള്ളൊരു പാർട്ടാണ് ആക്ച്വലി ഫോളിംഗ് ലിംബ് എന്ന് പറയുന്നത്. അതുപോലെ DN എന്ന് പറയുന്നത് ബേസ് ഫ്ലോ റിസെഷൻ തന്നെയാണ് ആ ഒരു പാർട്ട്. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പാർട്ടാണ് എന്ത്? റൈസിങ് ലിംബും ഫോളിംഗ് ലിംബും. ഈ റൈസിങ് ലിംബും ഫോളിംഗ് ലിംബും ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറാണ് PSC പോയിന്റ് ഓഫ് അല്ലെങ്കിൽ ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു ഫാക്ടർ, ഒരു പോയിന്റ് എന്ന് പറയുന്നത്. റൈസിങ് ലിംബ് ഡിപ്പെൻഡ് ചെയ്യാം എന്താണ്? ബേസിൻ ക്യാരക്ടറിസ്റ്റിക്സിനെ, അതുപോലെ തന്നെ കാച്ച്മെൻറ്റ് ഏരിയ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാം. അല്ലെങ്കിൽ പിന്നെ രണ്ടാമത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അവിടുത്തെ ക്ലൈമറ്റ് കണ്ടീഷനാണ്. അല്ലെങ്കിൽ ക്ലൈമറ്റ് കണ്ടീഷൻ അഥവാ റെയിൻഫോൾ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ്. ഓക്കെ, അപ്പം ബേസ്മെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബേസ്മെൻറ്റിൻ്റെ ടോപ്പോഗ്രഫി അല്ലെങ്കിൽ അവിടുത്തെ ഒരു സ്ലോപ്പ്, അതിനൊക്കെ എന്തായാലും ഡിപ്പെൻഡ് ചെയ്യും ഒബ്വിയസ്ലി. അതുപോലെ തന്നെ ക്ലൈമറ്റ് കണ്ടീഷൻ മെയിൻലി ഉദ്ദേശിക്കുന്നത് റെയിൻഫോൾ ഇൻറ്റൻസിറ്റി. റെയിൻഫോൾ എത്രത്തോളം കൂടുതലാണോ അത്രത്തോളം പെട്ടെന്ന് ആ ഒരു പീക്ക്, ആ ഒരു റൈസിങ് ലിംബിൽ ഇൻക്രീസും അതിൻ്റെ സ്ലോപ്പിൽ വേരിയേഷൻ സംഭവിക്കും. വരസ് ഫോളിംഗ് ലിംബ് എന്ന് പറയുന്നത് which is only depends upon basin characteristics. ഓക്കെ, ബേസിൻ ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. എന്തുകൊണ്ടാണത് ക്ലൈമറ്റ് കണ്ടീഷൻ ഡിപ്പെൻഡ് ചെയ്യാത്തതിനുള്ള റീസൺ? അവിടെ CD എന്നുള്ളത് ഫോളിംഗ് ലിംബാണ്. അവിടെ റെയിൻഫോൾ നടക്കുന്നില്ല. റെയിൻഫോൾ കഴിഞ്ഞിട്ടാണ് ആ ഒരു സെക്ഷൻ ഒക്യൂർ ചെയ്യുന്നത്. അപ്പോൾ CD എന്നുള്ള സെക്ഷൻ റെയിൻഫോളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. റെയിൻഫോൾ കഴിഞ്ഞിട്ടുള്ള ഒരു പാർട്ടാണത്. അപ്പോൾ എന്തായാലും അത് റെയിൻഫോളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യാം. ഓക്കെ, then ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം പാരാമീറ്റേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ടൈം ഓഫ് കോൺസെൻട്രേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ടൈം ബേസ് ഇവിടെ കാണാം. നമുക്ക് ഈ ഒരു ഹൈഡ്രോഗ്രാഫ് ഒക്കെ ചെയ്ത മൊത്തം ആ ഒരു ടൈമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. A to D ആ ഒരു ടൈമാണ് ടൈം ബേസ് എന്ന് പറയുന്നത്. ദെൻ ടൈം ടു പീക്ക്, മാക്സിമം പീക്ക് ഡിസ്ചാർജിലോട്ട് എത്താൻ എടുത്ത ടൈം, ദാറ്റ് ഈസ് ടൈം ടു പീക്ക്. ദെൻ ലാഗ് ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഒരു ഹൈറ്റോഗ്രാഫ് ആണെന്ന് കൺസിഡർ ഈ കാണുന്നതാണ് ഹൈറ്റോഗ്രാഫ്, ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻഫോൾ വേഴ്സസ് ടൈം. അതിൻ്റെ സെൻട്രോയിഡും അതുപോലെ തന്നെ ഈ ഒരു ഹൈഡ്രോഗ്രാഫിൻ്റെ ക്രസ്റ്റ് പോയിന്റും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ്, ആ ഒരു ടൈം ഡിഫറൻസ് ആണ് ആക്ച്വലി ലാഗ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി
ഹൈഡ്രോഗ്രാഫോടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് നോക്കുക, വായിച്ചു നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.